ഹലോ, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽ ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സാധാ ചപ്പാത്തിയിൽ നിന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ ഇത്. ഒരുപാട് നേരം അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ചപ്പാത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെയ്യുന്നതിന്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിന് പകരം നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. സാധാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ പോലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവും. കാരണം അത്ര ഒരു ടേസ്റ്റുമാണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. മെയിൻ ആയിട്ടുള്ള ഇത് തന്നെ സോഫ്റ്റ്നെസ് ആണ്. അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചൂടുള്ള നല്ല തിളച്ച പാലാണ് കേട്ടോ. അപ്പൊ പാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കയ്യിലാവാതെ ശ്രദ്ധിക്കുക. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുക. ആ ചൂട് പാൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവും, ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് പിന്നെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് കുഴച്ചെടുക്കുക, നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുക. കുഴക്കലിലും ചുടലിലും ആണ് ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് ശരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നെയ്യ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ കുറച്ച് ഇതുപോലെ ഓയിലാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പറ്റുവാണെങ്കിൽ 1 മണിക്കൂർ വെക്കാം, ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കാം. അപ്പൊ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചപ്പാത്തിയുടെ അതേ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലല്ല, നമ്മൾ നോർമൽ ചപ്പാത്തി എങ്ങനെയാ പരത്തുന്നത് അതേപോലെ തന്നെയാണ് ഇനി പരത്തലും ചുടലും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതേ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ നോർമൽ എന്താ പറയാ കുബൂസ് കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ ഫ്രൈയുടെ കൂടെയും നല്ല ഗ്രേവി ഉള്ള ചിക്കൻ കറിയുടെ കൂടെയും എന്തിന്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഒരുപാട് കട്ടിയിലല്ല പരത്തുന്നത്, കുറച്ച് തിന്നായിട്ട്, എന്നാൽ ഒരുപാട് തിന്നുമല്ല, ആ ഒരു രീതിക്കാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. പിന്നെ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് തിരിച്ചു മറിച്ചോട്ട് പരത്തുന്നതിന് പകരം ഒറ്റ സൈഡ് തന്നെ പരത്തുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടും. അപ്പൊ അത് ഞാൻ പരത്തി എടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ ചുടുന്നതിന് മുമ്പായിട്ട് എക്സ്ട്രാ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചുടുമ്പോൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും. അപ്പൊ തവ നല്ല ചൂടുള്ളപ്പോൾ വേണം നമ്മൾ ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ മെയിൻ ആയിട്ട് ചപ്പാത്തി ചുടുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ചൂടിരിക്കാനായിട്ട്, ഫ്ലെയിം ഇരിക്കാനായിട്ട്. എന്നാലേ നല്ല ചപ്പാത്തി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല പോലെ ചപ്പാത്തി പൊങ്ങി വരുന്ന സമയത്ത് ബബിൾസ് ഒക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒത്തിരി നേരം തിരിച്ചിട്ട് കൊടുക്കണം, 2 or 3 തവണ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഒരുപാട് തവണ നമ്മൾ തിരിച്ചു മറിച്ചിടുന്നതിനനുസരിച്ച് അത് ഭയങ്കര ഹാർഡായിട്ട് മാറും. അപ്പൊ ഇത് 2 സൈഡ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. 2 വട്ടേ മറിച്ചിട്ടിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് എടുത്ത് മാറ്റാം. പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് മാക്സിമം ക്രാക്ക് ഒന്നും ഇല്ലാതെ പരത്താൻ നോക്കുക. ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ബോൾ പോലെ പൊങ്ങി കിട്ടൂല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ചപ്പാത്തി ഇടുമ്പോഴും കല്ല് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അഥവാ നല്ലോണം പുകയൊക്കെ വരുന്ന പോലെ തോന്നുകയാണെങ്കിൽ മാത്രം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചപ്പാത്തി വേവിച്ചെടുക്കുക. അപ്പൊ ഇത് ഭയങ്കര എന്താ പറയാ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചപ്പാത്തിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ കുറെ പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ, അങ്ങനെയുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.